ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നൊരു ജേർണലിങ് വീഡിയോ ആണ് കേട്ടോ, മീ ആൻഡ് മീ. അപ്പോൾ ഇതൊരു സാധാരണ നോട്ട്ബുക്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു ജേർണൽ പോലെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ജേർണലൊന്നും വിളിക്കാൻ പറ്റത്തില്ല, ജേർണലിൻ്റെ ABCD അറിയാത്ത ഒരാളാണ് ഞാൻ. ഞാൻ ഈ കുറച്ച് എൻ്റെ സന്തോഷത്തിന് കുറച്ച് പരിപാടികൾ ചെയ്യുന്നതിന് ഞാൻ സ്വന്തമായിട്ട് വിളിക്കുന്നൊരു പേരാണ് ജേർണൽ. അപ്പോൾ ജേർണലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കും ഉപകാരപ്പെടും, എന്നെപ്പോലെ ജേർണൽ എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേർക്കും ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് ഔട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ സംഭവം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. ഞാൻ ഈ ഫോട്ടോ ഫ്രെയിംസിൻ്റെയൊക്കെ പ്രിൻ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ബാക്കി വരുന്ന ഷീറ്റിൽ ഈ പ്രിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ്, സ്പെഷ്യലായിട്ടുള്ള ഫോട്ടോസ് അങ്ങനെയൊക്കെ എടുത്ത് പ്രിൻ്റ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ അതിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ ഒരു 2-3 കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്, വേറൊന്നുമല്ല. നിങ്ങൾ ഈ ചില സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് അതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മാറ്റി വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ടത് ആണോ ആദ്യം ഉപയോഗിക്കാറ്? മീൻസ് ഇഷ്ടമല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടുത്തു വെച്ചിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എടുത്ത് മാറ്റി വെച്ചിട്ട് എന്നാൽ താരതമ്യേന ഇഷ്ടക്കുറവുള്ളതിന് ആദ്യം ഉപയോഗിക്കും. എന്നാൽ ഈ ഇഷ്ടപ്പെട്ടത് നീ ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സാഹചര്യങ്ങൾ അത് ഉപയോഗിക്കാറുണ്ട്, എന്നാൽ ചില സാഹചര്യങ്ങൾ അത് ഉപയോഗിക്കാറില്ല. അങ്ങനെ ആയിരുന്നു ഞാനൊരു സമയം വരെയൊക്കെ. ഇപ്പോഴും അങ്ങനെയാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവുമായിരിക്കുമല്ലേ. ഞാൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. ശരിക്കും എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ. കാര്യം ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പലരോടും സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ പൊട്ടക്കിണറ്റിലെ തവള ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടി ആ കരയിലെത്തി എന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ കാര്യത്തിൽ നിന്ന് വഴുതി മറന്നു. അപ്പോൾ ഞാനൊരു മാർക്കർ വെച്ചിട്ടാണ് കേട്ടോ ഈ കാണുന്ന ഡിസൈനൊക്കെ ചെയ്തത്. ഈ സംഭവം, ഈ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ ഞാൻ എത്ര ശ്രമിച്ചാലും അങ്ങനെ വരയ്ക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എത്ര ശ്രമിച്ചാലും എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടൊന്നുമില്ല. ഈ കാണുന്ന ഒരൊറ്റ വട്ടം മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വലിയ സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ജേർണൽ ബുക്ക്. ഈ ചില നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ചില തെറ്റുകൾ വരാറില്ലേ, അതുപോലെ ഇതിൽ ചില കാര്യങ്ങളൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ, ഡേറ്റിലാണെങ്കിലും അങ്ങനെയൊക്കെ. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തും പിന്നെ അതുപോലെ ചെറിയ അൽക്കുലത്തെ പരിപാടികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്ത സമയത്തും ട്രെയിനിനുള്ളിലിരുന്നും ഇതുപോലെയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജേർണലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.